എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 8-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ SSLC പരീക്ഷാ ഫലം മെയ് 8-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ മെയ് 8-ാം തീയതി വൈകുന്നേരത്തോടെയാണ് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ sslcexam.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ അതായത് പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി SSLC വിദ്യാർത്ഥികൾക്കും THSLC വിദ്യാർത്ഥികൾക്ക് thslc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ iExam മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLCയുടെ പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ശേഷം ഏകദേശം 1 മണിക്കൂറിനുള്ളിലാണ് വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുക. SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് തന്നെ ഈ ഒരു SSLC റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം SSLC റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടും അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടും ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും SSLCയുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനും ഓപ്ഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതിനായിട്ട് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ ആ ഒരു കോഡ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ ഏതാണ് അതിൻ്റെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് ഈ ഒരു പേജിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെയൊക്കെ സ്കോർ നിങ്ങൾക്ക് അതായത് അവർക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.